ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാമോ? നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ചൂട് കാലത്ത് ബോഡിക്ക് വേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ തന്നെയാണ് കേട്ടോ. വാട്ടർ കണ്ടൻ്റാണ് നമുക്ക് കൂടുതൽ വേണ്ട. കാരണം ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതായിട്ട് ഉപകരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലണേ. വാട്ടർ മെലൺ ഒരുപാട് അതിനകത്ത് കൂടുതലും വാട്ടറാണ് കണ്ടൻറ്റ്. പ്രോട്ടീനോ സാധനങ്ങളൊന്നുമില്ല, വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ വാട്ടർ കണ്ടൻ്റാണ് കൂടുതലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ചൂടത്ത് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് ബോഡിക്ക് ഏറ്റവും നല്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇത് കട്ട് ചെയ്യുന്നത്. ചിലർ മൊത്തത്തിൽ ഹാഫാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഹാഫാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുമായിരിക്കും. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇതുപോലുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് മുറിക്കും, സ്ലൈസ് ആക്കിയിട്ട്. പിന്നെ സംഭവം ഇതിനകത്തുനിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ ആക്കി ഇങ്ങനെ കത്തി കയറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തോടിങ്ങ് മാറ്റും. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആയിട്ട് ഇതിനകത്തുനിന്ന് ഈ ഒരു സംഭവം മാത്രം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായി എളുപ്പമൊന്നും ഞാൻ കുറേ നാൾ മുമ്പേ ഇത് കണ്ടുപിടിച്ച. പിന്നെ ഈ മഴക്കാലത്തൊന്നും നമ്മളിത് യൂസ് ചെയ്തില്ല. മഴയത്തൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ചിലർക്ക് പണി കിട്ടും. ചുമ, പനി, ശ്വാസം മുട്ടൽ ഒക്കെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് മഴക്കാലത്ത് യൂസ് ചെയ്താൽ കിട്ടും. ഉണക്കത്ത് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഉണക്ക് കാലത്ത് ഇതുപോലുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. കൂടുതലും വാട്ടറാണെന്നേ, നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാതെ ഇരിക്കും. പിന്നെ കട്ട് ചെയ്യാനൊന്നും വലിയ പാടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചതേ ഉള്ളൂ. പലരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ചിലരിങ്ങനെ സ്ക്വയർ ടൈപ്പിൽ വെട്ടിയിട്ട് തോടൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ ഈ ഇടയ്ക്ക് ആരോ ഇങ്ങനെ ഇതിനകത്ത് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ, ഇതിൻ്റെ തോരൻ വെക്കാൻ നല്ലതാണ്. അതായത് ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ മാത്രം മാറ്റിയിട്ട് പിന്നെ അകത്ത് ഈ ഒരു വെള്ള കളർ കണ്ടോ, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ പടവലങ്ങയും മറ്റേ വെള്ളരിക്കയൊക്കെ തോരൻ വെക്കുന്ന പോലെ തോരൻ വെക്കാൻ നല്ലതാണെന്ന് എവിടെയോ ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റിൽ യൂട്യൂബിൽ എവിടെയോ കണ്ടു സംഭവം. അപ്പം അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. മറ്റേ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ ഈ ഒരു പച്ചക്കളർ ചെത്തിക്കളഞ്ഞിട്ട് ആ ഒരു വെള്ള ഭാഗം എടുത്ത് തോരൻ വെക്കാനും നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടു. കാരണം എന്തായാലും ഇത് ദോഷമുള്ള സംഭവങ്ങൾ എന്തായാലും അല്ല ഇത്. പിന്നാണെങ്കിൽ ഇതിനകത്ത് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ല ഒരു സംഭവമാണ്. പിന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ഉണ്ട്, അത് നമ്മുടെ കിഡ്നിക്ക് വൃക്കകൾക്ക് നല്ലതാണ്. പിന്നെ വാട്ടർ കണ്ടൻറ്റ് ഇതിനകത്ത് ഒരുപാടുണ്ട്. എനിക്കൊന്നൊരു 90% മുകളിൽ ഇതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാം. പ്രോട്ടീനോ സംഭവങ്ങളോ ഒന്നുമില്ല. നമുക്കത് പ്രോട്ടീനുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് കണ്ടാൽ നമുക്കറിയാമല്ലേ. ഇത് നമുക്ക് കാണുമ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോഴും തന്നെ അറിയാം ഇതിനകത്ത് പ്രോട്ടീൻ ഇല്ല, വെള്ളമാണ്, വാട്ടറാണ് കൂടുതലും നമുക്കറിയാം. ഈ ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും ബോഡിക്ക് ആവശ്യം എന്താ, ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ സീഡാണെങ്കിൽ ചിലർ വറുത്ത് പൊടിച്ചൊക്കെ ശർക്കരയോ തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് മഗ്നീഷ്യം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. എനിക്കത് കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഇതിൻ്റെ സീഡ്സ് അതുപോലെ മത്തയുടെ കുരുവിനകത്തുള്ള പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുമുണ്ട്, നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം കിട്ടി, ഇപ്പം മനസ്സിലായല്ലോ. ഇതിൻ്റെ പച്ച കളർ ഒഴിച്ച് ഈ പുറത്തെ ഈ ഒരു പച്ച കളർ ഒഴിച്ച് ബാക്കിയുള്ള ആ ഒരു വെള്ള ഭാഗം നമുക്ക് തോരൻ വെക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ സീഡ് നല്ലതെന്ന് മനസ്സിലാക്കി. ഫ്രൂട്ട് ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി. കാരണം ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നേ ഉള്ളൂ. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ. ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, കൂടുതൽ ആൾക്കാർക്കും അറിയാം. പിന്നെ ഇത് ഈ തണുപ്പ് കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ചൂട് കാലത്തും ചിലർക്ക് ഇത് അലർജിയാണ്, അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ ആവശ്യമാണെന്ന് മാത്രം നമ്മൾ ഈ ചൂടുകാലത്ത് മനസ്സിലാക്കുക. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മേടിക്കാൻ പറ്റുമെന്നൊക്കെ ഇനിയൊരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരും, ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ഇതാകുമ്പം അസിഡിറ്റി ഉള്ളവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഈ ഓറഞ്ച്, ഇതുപോലുള്ള ഓറഞ്ച്, നാരങ്ങ വെള്ളം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അസിഡിറ്റി ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പം അങ്ങനെയുള്ള ഗട്ട് സംബന്ധമായിട്ട് ദഹന പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ചിലർക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തന്നു. അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. ചൂട് കാലത്ത് ഡീഹൈഡ്രേറ്റഡ് ആവാതെ നമ്മുടെ ബോഡിയിൽ വെള്ളമില്ലാതെ വരാൻ ആരും ഇടയാകാതെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, വാട്ടർ മെലണൊക്കെ കഴിക്കുക. അപ്പോൾ ശരിയെങ്കിൽ പിന്നെ കാണാമേ.